നമസ്കാരം. കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്, സഖാവ് തോമസ് ഐസക് രൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇക്കുറി തോമസ് ഐസക്കിൻ്റെ നാവിനിരയായത്, അല്ലെങ്കിൽ തോമസ് ഐസക്കിൻ്റെ നാവ് എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ്. US ട്രഷറി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്നുള്ള വിലക്ക് ഏപ്രിൽ 11 മുതൽ നിലവിലുണ്ട് ഭാരതത്തിന് മേൽ എന്നുള്ള കാര്യം. US ട്രഷറി കാലാകാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്തുന്നതാണ്. ഇതൊന്നും ഭാരതത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഭാരതം കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്ന കാലത്ത് തന്നെ കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ ഭാരതം ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകളും തുടർന്നു പോകുന്നു. ഹോർമൂസ് കടലിടുക്കിലുള്ള സംഘർഷ സാഹചര്യം മുൻനിർത്തി മാത്രം അവിടെ അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ വന്ന വ്യതിയാനങ്ങൾ, അത് മാത്രമാണ് ഈ എണ്ണ ഇറക്കുമതിയിൽ ഭാരതത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യവും സ്വാധീനിച്ചിട്ടില്ല. എന്നാൽ അത് അംഗീകരിക്കുവാനോ ആ സത്യം ലോകരോട് വിളിച്ചു പറയുവാനോ ഇടതുപക്ഷ ബുദ്ധിജീവികൾ തയ്യാറല്ല. ഇവരുടെ എല്ലാം മനസ്സിലുള്ളൊരു വിഷമം, ഹതാശരായി ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇവരെല്ലാം സ്വപ്നം കണ്ടിരുന്നത് ഭാരതത്തിലൊട്ടാകെ LPGയുടെ ക്ഷാമമുണ്ടാവുകയും വീട്ടമ്മമാർ തെരുവിലിറങ്ങുകയും അതിൻ്റെ പിന്നാലെ ഒരു കലാപമുണ്ടാക്കി ഭാരതത്തിൽ കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നുള്ളൊരു സ്വപ്നം ഇവർ കണ്ടിരുന്നു. കുറച്ചു കാലം മുമ്പ് വരെ, ഒരു 10-15 ദിവസങ്ങൾ മുമ്പ് വരെയെങ്കിലും, ഒരു മാസം മുമ്പ് വരെയെങ്കിലും കണ്ടിരുന്നു. അതിനെ വളരെ സരളമായി പറിക്കുന്ന ലാഘവത്തോടെ നരേന്ദ്രമോദി സർക്കാർ കൈകാര്യം ചെയ്തു. ആ കലാപം പോയിട്ട് ഒരു വീട്ടമ്മമാരുടെ വായിൽ നിന്ന് ഛീ പോ എന്നൊരു പ്രതികരണം പോലും ഉണ്ടായില്ല എന്നുള്ള നിരാശയാണ് ഇവരെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഘടകം. മറ്റൊരു പ്രധാന ഘടകം അടിസ്ഥാനപരമായിട്ട് അന്തംഗമിത്തരം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. ജിഹാദികളുടെ പിണിയാളുകളായി പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേടും ഉണ്ട്. അത് സ്ഥിരമായുള്ളതാണ്. ഇപ്പോഴത്തെ പ്രധാന ഘടകം, അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ട്രിഗർ ചെയ്ത ഒരു ഇപ്പോഴത്തെ തീപ്പൊരി എന്ന് പറയുന്നത് ഈ ഒരു നിരാശയാണ്. ഭാരതത്തിലൊരു കലാപമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് ആ പ്രതീക്ഷ അപ്പാടെ തകർന്നടിയുന്നത് കൺമുമ്പിൽ കാണേണ്ടി വന്നതിൻ്റെ, ഇത്ര വിദഗ്ധമായി ഈ ഇത്തരത്തിലൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാമെന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രദർശനപരതയോടുകൂടി തന്നെയുള്ള ഒരു മുന്നേറ്റത്തെ കണ്ട് അതിലുള്ളൊരു അസഹിഷ്ണുതയാണ് ഇപ്പോൾ ഈ ഒരു വിമർശനമായി പുറത്തു വരുന്നത്. കാര്യമില്ലാത്ത വിമർശനമായി പുറത്തു വരുന്ന തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങളുടെ അല്ലെങ്കിൽ ആ ഇപ്പോഴത്തെ വിമർശനത്തെ നൂലിഴ കീറി പരിശോധിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി, ഗർഭിണി ഭ്രൂണം ശൂലം എന്ന് സ്ഥിരം നമ്മൾ ഈ അന്തംഗമികളെ കളിയാക്കുമല്ലോ, ഏതാണ്ട് അതേ നിലവാരത്തിലുള്ളൊരു വിമർശനം തന്നെയാണ്. അതിന് മറുവാദങ്ങൾ പറയുകയാണെങ്കിൽ പലപ്പോഴും പറഞ്ഞ് പഴകിയതുപോലെ സ്വാതന്ത്ര്യത്തെ കരിദിനമായിട്ട് ആഘോഷിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആരായിരുന്നു? സവർക്കർ 11 കൊല്ലം, സവർക്കറെയാണല്ലോ ഈ ഷൂ നക്കി എന്ന് വിളിക്കുന്നത്. സവർക്കറും RSSുമായിട്ടുള്ള ബന്ധമെല്ലാം നിൽക്കട്ടെ, സവർക്കറെ തൽക്കാലം നമുക്കൊരു വാദത്തിന് വേണ്ടി RSSകാരനായിരുന്നു വീർ സവർക്കർ എന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. 11 വർഷത്തേക്ക് കാലാപ്പനിയിൽ പോയ ഏത് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് വേറെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കോൺഗ്രസ് A ക്ലാസ് ജയിലിലാണ് EMS ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്നിട്ടുള്ള, ചുരുക്കം കാലത്ത് പോലും കിടന്നിട്ടുള്ളത്. പഠിപ്പിനൊപ്പം പോരാടൂ എന്നുള്ള മുദ്രാവാക്യം തന്നെ അദ്ദേഹം കൊണ്ടുവന്നത് ഇനി ജയിലിൽ കിടക്കാൻ വയ്യ, ഞാൻ പഠിക്കാൻ പോയിക്കോളാം എന്ന് കാരണവർക്ക് എഴുതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ കാരണവരുടെ കാൽക്കൽ വീണ്, വീട്ടുകാരണവരുടെ കാര്യമാണ് പറയുന്നത്, കാൽക്കൽ വീണ് സംസ്ഥാപരാധം പറഞ്ഞ് പഠിക്കാൻ പോയതിൻ്റെ പിന്നാലെയാണ് സമരത്തിനൊന്നും പോകുന്നില്ല എന്നുള്ള വാക്ക് കൊടുത്ത് പോലീസുകാരുടെ തല്ലുകൊള്ളാനുള്ള ബുദ്ധിമുട്ട് കാണും. കാരണം അദ്ദേഹം ഒരു അടിസ്ഥാനപരമായിട്ടൊരു സുഖിമാനായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ രൂക്ഷമായി എതിർക്കാറുണ്ട്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ EMSൻ്റെ സ്ഥാനം വളരെ വലുതാണ്, വലിയൊരു വിഗ്രഹമാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സന്ദേശത്തിലെ ശങ്കരാടി ചെയ്ത കുമാരപിള്ള സാറിനപ്പുറം ഒന്നുമല്ല, അതിലുണ്ടല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു മറുവാദം തോമസ് ഐസക്കിൻ്റെ നേരെ ഉയർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലെ ഓരോ വരിയും എടുത്ത് ഇഴകേറി പരിശോധിച്ച് അതിന് മറുവാദം വയ്ക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന് അർഹതയുള്ളൊരു വിമർശനമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറിച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ കാണുന്നിടത്തോളം 3 തരത്തിലുള്ള ബുദ്ധിജീവികളാണുള്ളത്. 3 തരത്തിലും 3 തലത്തിലും. അതിൻ്റെ ഏറ്റവും മേലേ തലത്തിലുള്ള ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് EMSനെ പോലുള്ളവരാണ്. അവർക്ക്
ഈ പരന്ന വായനയിൽ നിന്നും ഒരുപാട് ലോകകാര്യങ്ങൾ അറിയാം. പക്ഷെ അവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നിലപാടെന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വം അവർ സൂക്ഷിക്കാറില്ല. അത് മനഃപൂർവ്വം തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു തൊഴിലാളി സമരം നടക്കുന്നു ഒരു ഫാക്ടറിയിലെന്ന് വിചാരിക്കുക, ഒരു സാങ്കല്പിക സാഹചര്യം. EMSനെ പോലുള്ള ഒരു ബുദ്ധിജീവി ചെയ്യുന്നത് ഈ തൊഴിലാളി സമരം എന്തുകൊണ്ട് സമൂഹത്തിന് നല്ലതാണ്, തൊഴിലാളികൾക്ക് ₹1 കൂലി വർധന കിട്ടേണ്ടത് എന്തുകൊണ്ട് അനിവാര്യമാണ്, അത് അവരുടെ കുടുംബജീവിതത്തെ എങ്ങനെ സഹായിക്കും, അത് സമൂഹത്തെ എങ്ങനെ വികസിപ്പിക്കും, തൊഴിലാളിയാണ് മുതലാളിയുടെ സമ്പത്തിനും ഉയർച്ചയ്ക്കും അടിസ്ഥാനം, അതിനുള്ള പണിയെല്ലാം എടുക്കുന്നത് തൊഴിലാളിയാണ് എന്ന വളരെ വിദഗ്ധമായൊരു ന്യായം ഈ തൊഴിലാളി സമരത്തെ സംബന്ധിച്ച് EMS മുന്നോട്ട് വയ്ക്കും. 2 ദിവസം കഴിയുമ്പോൾ തൊഴിലാളി സമരത്തിലും പട്ടിണിയിലുമൊക്കെയായി തുടരുമ്പോൾ മുതലാളി അത്യാവശ്യം പാർട്ടി ഫണ്ടിലേക്ക് ചില സംഭാവനകളൊക്കെ നൽകി പാർട്ടിയുമായിട്ടൊരു സമവായം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നേരെ തിരിച്ച് ഒരു തൊഴിൽ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ന്യായീകരണവുമായി EMS പ്രത്യക്ഷപ്പെടും. ഈ തൊഴിൽ സ്ഥാപനം മുന്നോട്ട് പോയാലേ തൊഴിലാളിയുള്ളൂ, തൊഴിലുണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ₹1 ഒരു വർധനവ് നിങ്ങളുടെ ശമ്പളത്തിൽ ആവശ്യമില്ല. കാരണം മുതലാളിയുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കണം. കാരണം ദീർഘകാലം ഈ തൊഴിൽ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ 5 പൈസയുടെ ഒരു വർധനയ്ക്ക് മുതലാളി സമ്മതിച്ചിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് തൊഴിലാളികൾ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി മുൻപ് 10 പൈസയുടെ ഒരു വർധന പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. അതിനെതിരെയാണ് 10 പൈസ പോരാ ₹1 വേണം എന്നുള്ളൊരു സമരവുമായി EMSൻ്റെ പോലുള്ള ആളുകൾ തൊഴിലാളികളെ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവുക. അവിടെ നിന്നാണ് 10 പൈസ കിട്ടേണ്ടടുത്ത് നിന്നാണ് 5 പൈസ വാങ്ങി ₹1 മെച്ചമാണ് 5 പൈസ എന്നുള്ള രീതിയിൽ തൊഴിലാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു കയറ്റുക. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞൊരു സമരമുണ്ടാക്കുക. ഒടുവിൽ സംഭാവന കൊടുക്കുവാൻ ശേഷിയില്ലാതെ മുതലാളി ഈ ഫാക്ടറിയും പൂട്ടി കോയമ്പത്തൂരേക്ക് പോകും. അവിടെ പോയി ആ തൊഴിൽ സ്ഥാപനം തുടങ്ങും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണി നോക്കി മുതലാളി കൂലിപ്പണിക്ക് പോകും. ഫാക്ടറിയിലെ തൊഴിലാളികളോ അവർ വഴിയാധാരമായിട്ട് പാർട്ടി കൊടുക്കുന്ന പാർട്ടി ബക്കറ്റ് പിരിവിലൂടെ സംഭരിക്കുന്ന പണത്തിൽ നിന്ന് ഒരംശമെടുത്ത് അവരുടെ കുടുംബത്തിലേക്ക് ഒരല്പം അരിയും ഒക്കെ കൊടുത്ത് അവരെ കുറച്ചു കാലം പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഒടുവിൽ പാർട്ടി ഭരണം പിടിച്ചു കഴിയുമ്പോൾ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെല്ലാം പിടിച്ചടക്കി അതിൽ നിന്നുള്ള എന്തെങ്കിലും കോൺട്രാക്ട് തൊഴിലിലൂടെ അവരെ നിത്യ അടിമകളായി പാർട്ടി അടിമകളായി തുടർന്ന് കൊണ്ടുപോയിരിക്കുക. അവരെ മാത്രമല്ല അവരുടെ വരും തലമുറകളെയും. ഇതാണ് EMSനെ പോലുള്ള ബുദ്ധിയുള്ള ബുദ്ധിജീവികൾ ഒരുക്കുന്ന ഒരു സാഹചര്യം, അവരുടെ ഒരു രീതി. മേൽത്തട്ടിലുള്ള ബുദ്ധിജീവികൾ. ഇനി താഴെ തട്ടിലുള്ളൊരു തരം ബുദ്ധിജീവികളുണ്ട്. അവർക്ക് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, അവർക്ക് ബുദ്ധിയുമില്ല, അവർ ഒരു തരത്തിലുള്ള ജീവികളാണ്. ഈ 2 കാര്യങ്ങളും, ഒരു കാര്യമല്ല 2 കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ടറിയാം. എന്നിരുന്നാലും മറ്റേ പൊതുമണ്ഡലത്തിലുണ്ടല്ലോ അവരുടെ ഒരു പ്രതിച്ഛായ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിടയ്ക്കിടെ ജാങ്കോ പെട്ടോസ്കിയുടെ വെൻ ആൻ ഇഡിയറ്റ് ഗെറ്റ്സ് ഇൻ ടു എ ലിഫ്റ്റ് എന്നുള്ള പുസ്തകം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇത്തരത്തിലുള്ള ആരും കേട്ടിട്ടില്ലാത്ത പുസ്തകങ്ങളുടെയൊക്കെ പേര് ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വാരി വിതറി. ആരുടെയെങ്കിലും കയ്യിൽ ഈ പുസ്തകത്തിൻ്റെ പ്രതിയുണ്ടോ? ആമസോണിൽ ഈ പുസ്തകമുണ്ടോ എന്ന് തിരഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. കാരണം ഇത് വായിക്കാനൊന്നുമല്ല. ഞാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുന്നത്, എൻ്റെ വായന വളരെ പരന്ന വായനയാണ് എന്നുള്ളൊരു ധാരണ പൊതുമണ്ഡലത്തിൽ പടർത്തണം. അതും പോരാഞ്ഞ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂലി എഴുത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ കൂലി പടയാളികളായിട്ടുള്ള സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഉണ്ടാവും. അവരെ രംഗത്തിറക്കി പരന്ന വായനയുള്ള ശ്രീ കുരരാജിനെ വിജയിപ്പിക്കണം കേട്ടോ. കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ ജാങ്കോ പെട്ടോസ്കിയുടെ വെൻ ആൻ ഇഡിയറ്റ് ഗെറ്റ്സ് ഇൻ ടു എ ലിഫ്റ്റ് എന്നുള്ള പുസ്തകമൊക്കെയാണ് അദ്ദേഹം അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് വായിക്കുന്നത്. അത്രയും പരന്ന വായനയാണ് അദ്ദേഹത്തിന്. ഈ ധാരണയും പരത്തി ഞാനൊരു ബുദ്ധിജീവിയാണെന്നുള്ള തരത്തിൽ ജീവിച്ചു പോവുക, എന്തെങ്കിലും പാർട്ടി എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങളൊക്കെ തിന്ന് പാർട്ടി പറയുന്ന അസഭ്യങ്ങൾ പാർട്ടിയുടെ എതിരാളികൾക്ക് നേരെ ചൊരിഞ്ഞ്, അസഭ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഭ്യം ചൊരിയുന്നത് പോലും വളരെ കാവ്യാത്മകമായിട്ടുള്ള ഭാഷയിലായിരിക്കും. പ്രളയത്തിൻ്റെ കാലത്ത് കന്നി അയ്യപ്പന്മാരില്ലാത്തത് കൊണ്ട് മാളികപ്പുറം ശബരിമലയിൽ പോയി അയ്യപ്പനുമായുള്ള വിവാഹം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം വളരെ ഒഴുക്കോടുകൂടി പറഞ്ഞ് ഇത്തരത്തിലുള്ള മ്ലേച്ഛതരങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്
താഴെത്തട്ടിലുള്ള മൂന്നാം തരക്കാർ. ഒന്നാം തരം EMSനെ പോലുള്ളവർ, മൂന്നാം തരം കുരരാജിനെ പോലുള്ളവർ. രണ്ടാം തരത്തിലാണ് ഒരല്പം പ്രശ്നമുള്ള ബുദ്ധിജീവികൾ ഉദിച്ചു വരുന്നത്. അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കുരരാജിനെ പോലെ മൂന്നാം തട്ടിലുള്ളവരെ പോലെ ഒരു സ്വയം തിരിച്ചറിവ് ഇല്ല. അവരുടെ വിചാരം തന്നെ അവരൊരു ബുദ്ധിജീവിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരിത്തരത്തിലുള്ള മണ്ടത്തരങ്ങളുമായി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പലപ്പോഴും ഇറങ്ങാറുണ്ട്. അതായത് കയറുപിരിയിൽ PhD ഉള്ള ഒരു വ്യക്തി അടിസ്ഥാനപരമായിട്ട് സമൂഹത്തോട് സംസാരിക്കുന്നത് ലോക സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും. ചാണക്യനും മക്കിവെല്ലിയും ഒന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം അവർ മുൻപിൽ വയ്ക്കും അടിസ്ഥാനപരമായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മാർക്സിൻ്റെ തലയിൽ കൊണ്ട് ചാർത്തി കൊടുക്കുകയും ചെയ്യും. മാർക്സ് വിഭാവനം ചെയ്തൊരു സാമ്പത്തിക ഭൂമിക ഇതാണ് എന്നുള്ള രീതിയിൽ. അടിസ്ഥാനപരമായിട്ട് മൂലധനം എന്ന പുസ്തകം, ഡാസ് ക്യാപിറ്റൽ എന്ന പുസ്തകം എഴുതിയ കാർൽ മാർക്സ് ആ പുസ്തകത്തിൽ ഒരു വാക്ക് പോലും പറയാത്തത് ഒരു കാര്യത്തെക്കുറിച്ചാണ്, മൂലധനത്തെക്കുറിച്ച്, ക്യാപിറ്റലിനെ കുറിച്ച്. അത്തരത്തിലുള്ള മാർക്സിൻ്റെ മേലാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഭൂമികയുടെ നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ ഭാവന ഇവർ കൊണ്ട് ചാർത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ പേരറിയാത്ത ഏതെങ്കിലും ജാപ്പനീസ് സാമ്പത്തിക വിദഗ്ധൻ്റെയോ റഷ്യൻ സാമ്പത്തിക വിദഗ്ധൻ്റെയോ ക്യൂബൻ സാമ്പത്തിക വിദഗ്ധൻ്റെയോ പേര് കൊണ്ടുവന്ന് പറയും. അങ്ങനെ പറയുന്ന വ്യക്തികളുടെ ഒരു രണ്ടാം തട്ടുണ്ട് ഈ ബുദ്ധിജീവികൾ. ഈ ബുദ്ധിജീവികളുടെ ഇടയിൽ പെടുന്നതാണ് നമ്മുടെ തോമസ് ഐസക്കും MA ബേബിയും നമ്മുടെ വ്യവസായ മന്ത്രി രാജീവുമെല്ലാം. കാരണം രാജീവിൻ്റെയൊക്കെ ചില വിശകലനങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ഒന്ന് കണ്ടു നോക്കൂ. ഇവരെല്ലാം ഒരേ തരത്തിലുള്ളൊരു ഭാഷാപ്രയോഗം ശീലിച്ചവരാണ്. അത് വളരെ ശാന്തമായിട്ട് അതിങ്ങനെ പറയുമ്പോൾ ആ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നൂലിഴകേറി പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പരിവർത്തനം നമ്മൾ നിസ്സാരമായി കാണരുത്. അവിടെ മൂലധനത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ നമുക്ക് വേണ്ടത് സമൂഹത്തിൽ സാധാരണ തൊഴിലാളിയുടെ ഒരു ഉപജീവനമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ നൈരന്തര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് കാർൽ മാർക്സ് ഈ ഒരു സമൂഹത്തെ എങ്ങനെ വിഭാവനം ചെയ്തു എന്നാണ്. കാർൽ മാർക്സ് എന്ത് വിഭാവനം ചെയ്തോ അത് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ധീരമായ ശ്രമത്തെ സകല ഫാസിസ്റ്റ് ശക്തികളുടെയും സ്വരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദി എതിർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആഗോള സാമ്രാജ്യത്തിൻ്റെ ഒരു പിണിയാളായി നരേന്ദ്രമോദി പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിലായിരിക്കും അവരുടെ ഒരു ഭാഷ. അടിസ്ഥാനപരമായിട്ട് മസിൽ പിടിച്ച് കോൺസ്റ്റിപ്പേഷൻ പിടിച്ചൊരു ഭാവവുമായിട്ട് വന്നു നിന്ന് അവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകാത്ത കുറേ ബൗദ്ധിക വയറിളക്കം അല്ലെങ്കിൽ ഒരു ഡിസെൻട്രി, വിസർജനം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇവർ ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗമായിരിക്കും ഇവർ ചെയ്യുക. അടിസ്ഥാനപരമായിട്ട് ഇവർ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഈ ഒരു 3 തട്ടിലുള്ള ആളുകളെ ഒന്ന് വിശകലനം ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർ 3 പേരും സമൂഹത്തിന് ചെയ്യുന്ന ദ്രോഹം ഒരേ തരത്തിലുള്ളതാണ്. EMSനെ പോലെ മേൽത്തട്ടിലുള്ള യഥാർത്ഥ ബുദ്ധിക്ഷമതയുള്ള വരാലിൻ്റെ മെയ്വഴക്കമുള്ള ബുദ്ധിജീവികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ രണ്ടാം തട്ടിലുള്ളവർ ചെയ്യുന്നത് ഇത്തരത്തിൽ ഇവർ പറയുന്നത് എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിലൊരു വീഡിയോ പൊതുമണ്ഡലത്തിലേക്ക് അങ്ങ് വിക്ഷേപിക്കും. ആ വീഡിയോ എടുത്തിട്ട് ഈ മൂന്നാം തട്ടിലേക്ക് കയറുവാനായിട്ട് വെമ്പി നിൽക്കുന്ന പോരാളി ഷാജിമാരും മറ്റ് അന്തംഗമ്മികളും അസഭ്യ ഭാഷ നിറച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ അവരാരെയാണോ വിമർശിക്കുന്നത് ആ വ്യക്തിക്കെതിരെ അഴിഞ്ഞാടും. ഇത്തരത്തിലുള്ള അന്തംഗമ്മികൾക്ക് മൂന്നാം തട്ടിലേക്ക് ഉയരുവാൻ വെമ്പി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ കുരാജാകും എന്നുള്ള തരത്തിൽ പ്രതീക്ഷിച്ച് പാർട്ടിയുടെ അടിമകളായി കഴിയുന്ന ആളുകൾക്ക് വേണ്ട വെടിമരുന്നുകൾ നൽകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉത്തരവാദിത്തം. അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിന് ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പാർട്ടിക്ക് പ്രയോജനമുള്ള കാലത്തോളം ഇവരെ മന്ത്രിമാരായി വയ്ക്കും. അത് കഴിയുമ്പോൾ കരിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്യും. തോമസ് ഐസക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ പൊതുമണ്ഡലത്തിലോ ഇന്നത്തെ രാഷ്ട്രീയത്തിലോ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ തോമസ് ഐസക്കിനെ പോലുള്ള ബുദ്ധിജീവികളെ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. കാരണം ഇത്തരത്തിലുള്ള ബുദ്ധിജീവികൾ സമൂഹത്തിൻ്റെ ഒരു പൊതുശല്യമാണ്. അത് പ്രേക്ഷകരുടെ മുമ്പിൽ ആ ഒരു ചിന്തയൊന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വിഷയം ഇന്ന് എടുത്തത്. നിങ്ങളുടെ അഭിപ്രായം തോമസ് ഐസക്കിനെക്കുറിച്ചും ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളുടെ ഒരു തരംതിരിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചല്ലോ. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശകലനമാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിലെന്തെങ്കിലും പുതിയ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കലുകളോ നടത്തേണ്ടതുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.